ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എങ്ങോട്ട് പോവാണ്? മാങ്കോമഡാസ്. എവിടാ? കോട്ടയത്താണോ? കോട്ടയത്ത് നിന്ന് കടുത്തുരുത്തി കുറുപ്പന്തറ, അവിടുന്ന് ആയാംകുടി അല്ലേ ആളോ? ആയാംകുടി കോട്ടയത്തിന്റെ അടുത്ത് കടുത്തുരുത്തി കുറുപ്പന്തറ ആ ഭാഗത്ത് വന്നിട്ട് ആയാംകുടിയിലേക്ക് വരുമ്പോ റെയിൽവേ സ്റ്റേഷന്റെ റെയിൽവേ ലൈനൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇല്ലേ ആലുകൂട? നീയല്ല പറഞ്ഞു ഇത് ഫോറസ്റ്റിലൊന്നുമല്ല. ഇത് കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ഉള്ള സ്ഥലമാണ് അല്ലേ? കുറുപ്പന്തറ കടുത്തുരുത്തി ആ ഭാഗത്ത്. ഓക്കെ, നമ്മള് ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ചാണ് പോകുന്നത് അല്ലേ? ശരി, ഓക്കെ, ബായ്. നമുക്ക് പോയി നോക്കാം. നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. അഗ്രികൾച്ചർ പാർക്കാണോ ഇവിടെ ആലുകുട്ട? ഇത് യെസ് ഗേസ്, ഇത് അഗ്രികൾച്ചർ പാർക്കാണ്. അഗ്രികൾച്ചർ പാർക്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെക്കേഷൻ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ബൈ, സീ യു. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ മാങ്കോമഡാസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മാങ്കോമഡാസിന്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ആലുമോനു. ഹായ്, ഇതാണോ മാങ്കോമഡാസ്? ഇതാണോ നീ പറഞ്ഞ മാങ്കോമഡാസ്? അതെ ഗെയ്സ്, ഇതാണ് മാങ്കോമഡാസ്. ഇവിടേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗെയ്സ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഇപ്പോൾ 400 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ്. 400 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. പിന്നെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. പിന്നീട് വരുന്നത് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറയും. എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ നമുക്ക് ബോട്ടിങ്ങിന് 100 രൂപ ആകും. അതുപോലെ 3D പിക്ചർ എക്സ്പീരിയൻസിന് 100 രൂപയാകും. ഹായ് ഫ്രണ്ട്സ്, പ്രിയ സന്ദർശകർ അറിയാൻ, മാങ്കോമഡാസ് ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കാണ്. ഇതൊരു വാട്ടർ തീം പാർക്കല്ല. വാട്ടർ തീം പാർക്കാണ് താങ്കൾ ഉദ്ദേശിച്ചെങ്കിൽ പാർക്കിൽ അഗ്രികൾച്ചർ തീം പാർക്കിൽ ഫ്രീ റൈഡിംഗ് ഇൻക്ലൂഡിംഗ് ക്രിക്കറ്റ്, ഗൈഡിങ്, ഫിഷിംഗ്, ഫിഷ് ഫീഡിങ്, വാട്ടർ വീൽ, പാനിറ്ററി എക്സ്പീരിയൻസ്, ട്രഡീഷണൽ ബോട്ട് എക്സ്പീരിയൻസ്, കോക്കനട്ട് ക്ലൈംബിംഗ്, ചൈനീസ് ഫിഷിംഗ് നെറ്റ് എക്സ്പീരിയൻസ്, ബേർഡ് വാച്ചിങ് എക്സ്പീരിയൻസ്, ബട്ടർഫ്ലൈ സർവീസ്. ഇങ്ങനെ പല കേസുകെട്ടുകൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. യെസ്, എടുക്കാം. അലകൊട്ടി കൊടുക്കുന്നതിന് ഇതാണ് ഗെയ്സ് തേയിലത്തോട്ടം. ഇവിടെ ഒരുപാട് പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗെയ്സ് ഇവിടെ പേയ്മെന്റ് ആണ്. ഇത്തരം ഓട്ടോയ്ക്ക്, ഇലക്ട്രിക്കൽ ഓട്ടോ ആണ്, ഇതിന് പേയ്മെന്റ് ഉണ്ട്. ബാക്കി കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം വരുന്നതാണ് ഇതിനുള്ളിൽ ചെറിയല ഇത് ഒരുപാട് മിത്തുകൾ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് മാറാ രോഗങ്ങൾക്കുള്ള ഔഷധമായിട്ടൊക്കെയാണ് കരുതിപ്പോരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ വേരുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഗെയ്സ് നീലക്കൊടിവേലി എന്ന് പറയുന്ന ചെടി. നീലക്കൊടിവേലി ഏദൻ തോട്ടം സ്പേസ്. ഇതാണ് ഇതിന്റെ വാട്ടർ തീം പാർക്ക് മാങ്കോമഡാസ്. അതുകൊണ്ട് തന്നെ മാങ്കോമഡാസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്.
ഹായ് ഗൈസ്, ഇത് ഉടുമ്പിന്റെ കുഞ്ഞാണ്. ഉടുമ്പിന്റെ ബേബി. ബാ ഇങ്ങ് പോ. ഗൈസ്, ഈ ചാഞ്ഞ് കിടക്കുന്ന മരമാണ് രുദ്രാക്ഷം. ഇത് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ രുദ്രാക്ഷം. ഇതൊരു കുളമാണ്. ഇതാണ് എണ്ണപ്പന. എണ്ണപ്പന എണ്ണപ്പന എണ്ണപ്പന. ആലക്കുട്ടൻ എണ്ണപ്പന ഇഷ്ടപ്പെട്ടോ? ഇത് ബോട്ടിംഗ് ആണല്ലോ, ചെറിയൊരു ബോട്ടിംഗ്. ആലക്കുട്ടാ, ബോട്ടിങ് നമുക്കൊന്ന് കയറണം കേട്ടോ. കേട്ടോ, ഇതാണ് മത്സ്യകന്യക. ഇതിന് മത്സ്യകന്യക ഇരിപ്പുണ്ട്. ഇത് ഫിഷിംഗ് കേന്ദ്രത്തിൽ പോണോ? നമുക്ക് ചൂണ്ടയിടണോ? പൊളിച്ചടാം. ഏടിങ് കഴിയട്ടെ, അത് കഴിഞ്ഞ് പൊളിച്ചടാം. ഇതാണ് ഗെയ്സ്, ഇവിടെ ഫിഷിങ് വെച്ചിട്ടുണ്ട്. അത് തൊടല്ലേ, മീൻ പിടിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന. ഫിഷിങ് ചെയ്യുന്നുണ്ടോ ആലക്കുട്ട? ഫിഷിങ് ചെയ്യുന്നോ? ഗൈഡിങ് കഴിയുമ്പോ കഴിഞ്ഞു പറഞ്ഞു. ഗൈഡിങ് കഴിയുമ്പോ നമുക്ക് ഫിഷിങ്ങിനൊക്കെ പോവാം. നമുക്ക് പ്രൈവറ്റ് പൂൾ എടുക്കണം ഗെയ്സ്. ഇവിടെ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, പബ്ലിക് പൂൾ ഉണ്ട്, ഇങ്ങനെയുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ചീനാവലയുണ്ട്. ചീനാവലയൊക്കെ വർക്കിംഗ് അല്ല ഗെയ്സ്. ഇവിടെ ചീനാവലയൊക്കെ ഉണ്ട്. പാടാലക്കുട്ടാ, ഇതാ വാ. ബോട്ടിങ്, ഇവിടെ ബോട്ടിങ്ങിന്റെ സൗകര്യമുണ്ട്. ആ, ബോട്ടിങ് തന്നെ എടുത്താൻ തോന്നുന്നു. ഇതുവരിങ്ങനെ വെട്ടിക്കയറ്റി എല്ലാം ശരിയാക്കി എടുത്തേക്കും. പിന്നെ കുറച്ച് തണുപ്പുണ്ടല്ലേ, വൃക്ഷങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലടാ ഇവിടെ. ഇത്രയും ചൂടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും നല്ല കാര്യം, നമുക്ക് ഇത്രയും ചൂടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ്. അത് എന്താണേലും അപ്രീഷിയേറ്റബിൾ ആണ്. പൊളി. പിന്നെ ഇവിടെ ആയിട്ടാണ് ഷിക്കാര ബോട്ടിങ്. ഷിക്കാര ബോട്ടിങ് ഒരാൾക്ക് 100 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. ഇത് വാലന്റൈൻസ് ഗാർഡൻ ആണ്. വാലന്റൈൻസ് ഗാർഡൻസ്. ഇത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം കാണിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആലക്കുട്ടൻ അത് പോയി നോക്കി നിൽക്കുകയാണ്. ആലക്കുട്ടൻ അതൊക്കെ ഒന്ന് കയറിയോ? ഹാ ഗെയ്സ്, ആലക്കുട്ടൻ അതൊക്കെ കയറി ഗെയ്സ്. എങ്ങനെയുണ്ട്? പൊളിയാണോ? സ്വിമ്മിംഗ് പൂളിൽ ചാടണോ? റൈഡിങ് പോണോ ബോട്ടല്ലേ? ഓക്കെ. നമ്മൾ വന്ന സ്ഥലമാണ് ഇത്. ഇതുവഴിയാ വന്നേ. നമ്മളിനി ഇങ്ങോട്ട് പോവാ, ഈ സൈറ്റിലോട്ട്. ആ, ഇതെങ്ങോട്ടോ? വേറെ. ഓക്കെ ഓക്കെ. ഇതാണ് ബുദ്ധ ബാംബു. ഇങ്ങനെ മഴിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ ബുദ്ധ ബാംബു എന്ന് പറയുന്നത്. ആലക്കുട്ടൻ പ്രബുദ്ധ് അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽപ്പുണ്ട്, ബുദ്ധ ബാംബുവിന്റെ ഫ്രണ്ടില്. ഗേയ്സ്, ഇതാണ് ബുദ്ധ ബാംബു. ഇവിടെ സൈക്ലിംഗ് ഫ്രീ ആണ്. ഉണ്ട്, കുറെ കിളികളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് നല്ല നാച്ചുറൽ പോണ്ടാണ് ഈ കാണുന്നത്. സൂപ്പർ നാച്ചുറൽ പോണ്ട്, അടിപൊളിയാ. ആലക്കുട്ടാ ബാ, സൈക്കിളൊക്കെ ചവിട്ടുന്നോ?
ഇതാണ് ട്രീ ഹൗസ്. ഇങ്ങോട്ട് നോക്കണ ട്രീ ഹൗസ് കോട്ടേഴ്സ്. ഇതാണ് നക്ഷത്രവനം. ഇത് ഓരോ നാളുകളിൽപ്പെട്ട ആളുകളുടെ നക്ഷത്രവനം. ബുദ്ധനും ബോധിവൃക്ഷവും കാണുക. എടി നീ അത് കണ്ടായിരുന്നോ? ബോധിവൃക്ഷം. ഇതുപോലുള്ള ഒരു ബോധിവൃക്ഷത്തിന്റെ ചോട്ടിലിരുന്നാണ് ബുദ്ധന് ബോധോദയം ലഭിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ബോധിവൃക്ഷം എന്ന് വിളിക്കുന്നത്. ഇത് കോവീസ് ആണ് ഗൈസ്. ചീര, കോവീസ്. ഇത് ലേഡീസ് ഫിംഗർ കണ്ടോടാ, ലേഡീസ് ഫിംഗർ. എന്തോ ഇതിന് ഭയങ്കര മധുരമുള്ള പണ്ട് വീടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പുകയിലയാണ് ഗെയ്സ്. ഇത് പുകയില. വീടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പുകയിലയാണ്. ഇത് വെച്ചാണ് പുകയില ഉണ്ടാക്കിയത്. കയറ് ഉണ്ടാക്കുന്ന അറിയാം. കയറ് ചകിരി, തേങ്ങ എടുത്തിട്ട് ചകിരി ആക്കിയിട്ട് കണ്ടോ, അത് കിടക്കുന്ന ചകിരിയാ, തേങ്ങയുടെ ചകിരി ആക്കിയിട്ട് ചേച്ചിമാർ ഇതുണ്ടോ കയറാക്കുന്നു. കയറ് പൊട്ടിപ്പോയി, അതേ പൊട്ടിപ്പോടാ, കയറ് പൊട്ടിപ്പോയി. ഇത് കയറുണ്ടാക്കുക ഉണ്ട്, അതുകൊണ്ട് കയറുണ്ടാക്കുക. അത് ആ മിഷൻ കറങ്ങും. എങ്ങനത്തെ കയറുണ്ടാവും? വീട്ടില് കയറൊക്കെ കണ്ടിട്ടില്ലേ നീ? അതിങ്ങനെ ഉണ്ടാക്കുന്നു. മൺപാത്ര നിർമ്മാണശാലയാണ്. മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാം ഇവിടെ. ചെറിയ പാത്രം ഉണ്ടാക്കാം. എന്റെ പേരൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. പാത്രം തന്മകനങ്ങോട്ടു നോക്കാതിരിക്കാൻ ഒരമ്മ അതിനെ അളച്ചു പിടിക്കും. അച്ഛൻ വരും, അച്ഛനുണ്ണി. നിനക്ക് മനസ്സിലായോ ക്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? ക്ലേ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായടാ? അതിന് അത് കഴിഞ്ഞ് ചുട്ട് കഴിയുമ്പോഴാണ് അത് ക്ലേ വെസൽസ് ആയി മാറുന്നത്. ആണ് കരിങ്കോഴി. കരിങ്കോഴി എന്റെ ഫുള്ള് കറുത്ത കണ്ടോ, കണ്ണ് കറുത്തത്, ചുണ്ട് കറുത്തത്, കാല് കറുത്തത്, ഫുള്ള് കറുത്തത്. അത് നമ്മുടെ സാധാരണ കോഴി. ഇവൻ നോർമൽ കോഴി. പാത്ത ഉണ്ടറാ, പാത്ത കോഴികള്, പാത്തകള്. അതെ അതെ അതെ, പോയി കാണുന്ന കണ്ടോ, അവന്റെ സൗണ്ട് കേട്ടോ. ഇതാണ് ടർക്കി കോഴി. ടർക്കി കോഴി കേട്ടോ, ടർക്കി കോഴി. ഇത് നമ്മുടെ നോർമൽ കോഴിയാണ് കേട്ടോ. ഇതെന്താണ്? പാത്ത. എടാ കേട്ടോ, ഇതേണ്ടാ ഇവിടെ നമ്മുടെ ഡക്കുണ്ടറാ, താറാവ്. അതിൽക്കൂടെ താറാവുണ്ട്. പട്ടി ഉണ്ടോ, പട്ടി. അടാ ഇങ്ങനെല്ലാം ചൂടായി നിൽക്കുണ്ടോ. ഇതാണ് കിളിക്കോഴി. അവനെല്ലാം പട്ടിക്കുട്ടികൾ. വാ, അതുവഴി കയറി ഇങ്ങോട്ട് വരാം. ഇവൻ പ്രാവുകൾ. ഇതാണ് പശുക്കിടാവ്. അവിടെയായിട്ട് എമു ഉണ്ട്.
യമുനെ കാണണോ? വാ. She is very big. Yeah, look, that's Yeah. it. This emu is very big. Yeah, it will be oh, no. Her egg also very big. Yeah. എന്താ അവൻ ചെയ്യുന്നേ? അനങ്ങാൻ നിൽക്കാൻ തോന്നുന്നു ഇവിടെ. കാലിനൊരു കിക്ക് കിട്ടുവാണെങ്കിൽ ഇവന് എമു എവിടെയുള്ളതെന്നറിയോ? ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇവിടെയൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ജീവിയാണ് എമു. അവൻ നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിൽ വളരാൻ ഭയങ്കര പാടാണ്. അടുത്ത് കിടപ്പുണ്ട്. ഇതെൻ്റെ അട്ടുമുട്ടം കിടക്കും. ഇതിൻ്റെ അടുത്ത് റാബിറ്റ് ഉണ്ട്. പിന്നെ റാബിറ്റ്. വാവ്, ബ്യൂട്ടിഫുൾ റാബിറ്റ്. Right. കാളയല്ല ഇത്. അവൻ കുത്തും. ഇത് ബസ്സിന്റെ പുറത്ത് ഒരു ഇതിരിക്കുന്നു. ഫാം ഇവരിങ്ങനെ ടിക്കറ്റ് വെച്ച് ഇങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ 2 ഇൻകം, ഫാമിലി ഇൻകം ഉണ്ട്, അതുപോലെ നമ്മളെ വിസിറ്റേഴ്സിന്റെ ഇൻകം ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഇൻകം. ഗൈസ്, ഇവിടുന്ന് സൈക്കിൾ കിട്ടും. സൈക്കിൾ എടുത്ത് നമുക്ക് റൈഡ് ചെയ്യാം. അതുപോലെ സൈക്കിൾ എടുത്ത് റൈഡ് ചെയ്യാൻ വേണോ? ഞാൻ താഴെ വീട് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത്. നല്ല കട്ടിയായിരിക്കും. ഒത്തിരിയും കട്ടിയുണ്ട് ചോറ്. ഇതാണ് ശ്രീബുദ്ധൻ ഭക്ഷണം കഴിച്ചിരുന്ന പാത്രം എന്ന് പറഞ്ഞ ഒരു സംവിധാനം. ഇത് ബുദ്ധ ഫിഷുക്കൾ പൊതുവെ ഇത് ശ്രീബുദ്ധൻ ഭക്ഷണം കഴിച്ചിരുന്ന ഇത് ഇത്രയും ഹാർഡാണ്. അത് ബുദ്ധനൊക്കെ അതിന്റെ കാ ഉണക്കിയിട്ടാണ് അതിന്റെ അത് ഫുഡ് കഴിച്ചോണ്ടിരുന്നത് പണ്ട്. അതായത് 1000 വർഷം മുമ്പ്. കേറാടാ. യെസ്, ഇതൊരു ബൈബിളാണ് ഗെയ്സ്. ഇതാണ് ഗെയ്സ് അക്വേറിയം. പാസ് ഒന്നും ഇല്ല. കറിക്കോ അരക്കൂട്ടം കറിക്കോ. വലിയ ഫിഷൊക്കെ കിടപ്പുണ്ട്. Wow. ഇതാണ് ആരക്കൂട്ടാ കൊമ്പോ? അതിന് കൊമ്പുണ്ടോ? ബ്ലാക്കിനൊക്കെ ഉണ്ടോ? അല്ല, ഇത് അക്വേറിയത്തിൽ മെയിനില്ല. ഇതിനെ പിടിച്ച് കറി വെക്കത്തില്ല. അരക്കുട്ടനകത്ത് ചാടണോ? ഇതിൻ്റെ അകത്ത് ചാടാൻ പറ്റുമോ നോക്കാം. കേവ് കോട്ടേജ് ആണ് ഗൈസ്. ഇവിടെ ആളുകൾ താമസിക്കുന്നതാണ്. പോടാ, എല്ലായിടത്തും പോകാം, നിനക്ക് സമയമുണ്ട്. അലവിടെ എന്നാ പറഞ്ഞേ? പ്ലേ ഗ്രൗണ്ട്. ഇപ്പൊ ഇത് പേയ്മെന്റ് ആണോ? ഒരാൾക്ക് 3 എണ്ണം വീതം ഇൻക്ലൂഡ് ആയി. ആ, ഇതാണ് ഗെയ്സ് ബുദ്ധ ഓഡിറ്റോറിയം ഇവിടുത്തെ. വാവ്, വാവ്. എടാ ആലുക്കുട്ട, ഇതാരാ ആലുക്കുട്ട? ഇതാരാ?
സിദ്ധാർത്ഥ് ബുദ്ധൻ. ഓക്കെ, സിദ്ധാർത്ഥ് ബുദ്ധൻ നേപ്പാളിലെ ലുംബിനിയിലാണ് ജനിച്ചത്. അദ്ദേഹം വലിയൊരു ഫിലോസഫറാണ്. റെഡിയോ അതെ കയറാ കേറിക്കോ, കേറ്, അതിന് മണ്ട കയറ്. പഠിച്ചോ? പൊട്ടിയില്ല ഗൈസ്. ജംപ് ജംപ് ജംപ്. ആണോ? ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഗൈസ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് അത്യാവശ്യം ഫുഡുകളൊക്കെ നമുക്ക് കിട്ടും. ഉച്ചയ്ക്ക് ഇന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ അടുത്ത റൈഡിങ്ങും മറ്റ് ബോട്ടിങ്ങും സ്വിമ്മിംഗ് പൂളിൽ ചാടാനും ഒക്കെ. ഓക്കെ ഗൈസ്, ആലപ്പട്ടം കഴിച്ചു കഴിഞ്ഞു. മമ്മി കഴിച്ചു. കരിമീനൊക്കെ 250 രൂപയാണ് വില. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ടോയ്ലറ്റ് സംവിധാനം ഇവിടെ ഉണ്ട്. ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. വെജിറ്റബിൾ ഫുഡാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. വൈറ്റ് റൈസ് ആണ്, വലിയ കുഴപ്പമില്ല. നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. ആ, ഇവിടെ ഇരിക്കാം. ആണോ? ഗൈസ്, ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുവഴിയാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകുന്നത്. കുട്ടനാടിൻ ബോട്ടിംഗ് സർവീസിലാണ്. ഇത് മാംഗോമഡാസിന്റെ ഒരു മറ്റൊരു അട്രാക്ഷനാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതുവഴി ഒരു ബോട്ടിംഗ് സർവീസ് ആണ് ഞങ്ങൾ നടത്തുന്നത്. കുട്ടനാട് സ്പീഡ് ബോട്ട് അല്ലേ ഇത്? ഹൗസ് ബോട്ട് അല്ല, ഇത് ഹൗസ് ബോട്ടോ? കണ്ടില്ലേ? ഭക്ഷണമൊന്നുമില്ല, പക്ഷെ ഹൗസ് ബോട്ടിലൂടെ നമ്മൾ പോകണം. എപ്പോഴും ഇത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ആലുക്കുട്ടൻ അവിടെ പോയി ഇരിക്കുവാണ്. അവിടെ
ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മോഡൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഇവിടെ ഒരു വേറൊരു മോഡൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ വേണ്ട, ഡേഞ്ചർ. ചേട്ടാ എന്നാ ഇവനെ കൂടി കൊണ്ടുപോ. നിക്ക പപ്പ ഇങ്ങ് വരട്ടെ. അവിടെ നിക്കാൻ. ചെരുപ്പ് പോലെ നിന്റെ ഫോട്ടോ വേർപ്പൊക്കെ പോട്ടെ. നീ ഈ ശബരിലൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങാവുള്ളേ. ഓർമ്മണ്ടല്ലോ അല്ലേ? ഇനി പോട്ടെ. ശരിയല്ലേ? ആദ്യം പപ്പ പോകാം. അത് കഴിഞ്ഞ് മോൻ പോ. അങ്ങോട്ട് എടുത്ത് ഇവിടെ നായം കുറവ്, ആഴം കുറവ് കേട്ടോ. മോൻ ഇവിടേക്ക് പപ്പ ആദ്യം കാണാം കേട്ടോ. കാണല്ലേ? ഹാഫിനപ്പുറം ആഴം കൂടുതലാണ്. അങ്ങോട്ട് പോകല്ലേ? അവിടെ പോകാം. നടക്കാനോ? അങ്ങോട്ട് പോകാം. എക്സ്പീരിയൻസ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ സ്വിമ്മിംഗ് പൂള്? ഇങ്ങോട്ട് നോക്കി പറ, മച്ചന്മാരോട് പറ ഹായ് ഫ്രണ്ട്സ് പറ. സൂപ്പർ ആയിരുന്നോ? ആ, സ്വിമ്മിംഗ് പൂളൊക്കെ കിട്ടുമായിരുന്നു. ഞങ്ങൾ കുറെ നേരം കളിച്ചു. ഇവ മീൻ പിടിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും വഴക്കാണ് ഗേസ്. പക്ഷെ ഞങ്ങള് വിട്ടുപോകാനുള്ള പരിപാടിയാണ്. വീട്ടിലേക്ക് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വിട്ടുപോകണം. ഷൂട്ടിങ്ങിന്റെ പരിപാടിയാണ് കണ്ടിരിക്കുക ഗേസ്. എന്തിന്റെ തന്നെ പോലെ ഡേഞ്ചറാ. ഇത് പരിശോധനകളിലൂടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. താങ്ക് യു. ആ, ബോട്ടിങ് എവിടുന്നാ വരുന്നത്? പെഡൽ ബോട്ടാണ് അവിടെ. അത് ഫ്രീ അല്ലേ? ആ, ഫ്രീ. അങ്ങോട്ട് കയറില്ല. ഇവിടെ ബോട്ടിങ് അവിടെ ബോട്ടിങ് ആ സൈഡാ. അതിലുള്ള ആർക്കോട്ടെ ഇവിടെ നമുക്കിങ്ങനെ കാണാനിരിക്കാനൊക്കെയുള്ള സ്ഥലം. ആ സ്റ്റെപ്പ് മേളിൽ കയറി നോക്കാൻ. ഭയങ്കര ഫിഷ് അതിൻ്റെ അടിയിൽ, വലിയ ഫിഷ്. തൊട്ടോടി വലിയ ഫിഷ് അതിൻ്റെ അത്. എങ്ങനെയുണ്ട് ഇവിടെ? കിടക്കാച്ചി വ്യൂ ആണോ? സൂപ്പർ വ്യൂ ആണോ?
ഇതാണ് ഗേസ് ഫുൾ വ്യൂ. ഇതാണ് ഫുൾ വ്യൂ. അവിടെ ഒരു ടവർ ഉണ്ടല്ലോ, ആ ടവറിന്റെ കൊണ്ട് നമ്മൾ കയറിയില്ലല്ലോ. അതെ, അവിടെ ഒരു ടവർ കണ്ടോ, അതിന്റെ മണ്ട ഒരു ടവർ, അതിന്റെ മണ്ട നമ്മൾ കയറിയിട്ടില്ല. ഫുൾ വ്യൂ ആണ് ഗേസ്. മെയിൻ കുളമാണിത്. ഈ പോണ്ടിന്റെ ഫുൾ വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ആ, അത് വ്യൂ ഓട്ട. ആ ഗേസ്, നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഇതാണ് ബോട്ട്. യെസ്, ചവിട്ടുന്ന ബോട്ട് അല്ലടാ. അതുകൂടെ ചവിട്ടുന്ന ബോട്ടല്ലേ ഇത്? മമ്മി വരുന്നുണ്ട്, മമ്മിയും കൂടെ വന്നിട്ട് പോവാം. ആ, ഈ ബോട്ടെ കൂടെ കയറാടാ നമുക്ക്. കുട്ടന്റെ പ്ലെയിൻ യാത്ര കഴിഞ്ഞു. എവിടെ ഫ്രോഗിന്റെ ഫ്രോഗിന്റെ നാക്കാട്. ക്യാമൽ. അപ്പൊ ഹെൽപ്പ്. ഫ്രോഗിന്റെ ഉണ്ടാക്കട ചാടാ. ഇതൊരു തേയിലത്തോട്ടത്തിലെ ഒരു ടവറാണ്. തേയിലത്തോട്ടത്തിന്റെ ടവർ. തേയിലയാണ്, പൈൻമരം ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയടാ. സൂപ്പർ ആയിരുന്നോ? ആ, 5:30 ആകുമ്പോ ഇവിടെ അടയ്ക്കും. അതുകൊണ്ട് നമുക്ക് മോർണിംഗ് 9:30 മുതൽ 5:30 വരെ ഉള്ളൂ, 5:30 വരെ ഉള്ളൂ. പിന്നെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് പോവുകയാണ്. പിന്നെ നമ്മളെന്താ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഫ്രഷ് കിട്ടും ഫാമിൽ നിന്ന്. അതൊക്കെ ആവശ്യമുള്ളവർക്ക് മേടിക്കാം. ഞങ്ങളിപ്പോ ഏതായാലും വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ബൈ.